ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നതാണ്. ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോരാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി ബന്ധുക്കൾ ഇന്ന് കോടതിയെ സമീപിക്കുന്നുണ്ട്. അരുൺ പാറാട്ട് ചേരുന്നുണ്ട് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി. അരുണിൻ, കഴിഞ്ഞ ദിവസം ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വീട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. അവർ അവിടെയും പരാതി നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. ഒരു നോക്ക് അവസാനമായി കാണാൻ അമ്മ, ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ അത് എങ്ങനെയാണ് പോകുന്നത്? അതിനൊരു ഡിലേ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. ഈ മാസം 9-നാണ്, അതായത് 2 ആഴ്ച മുൻപാണ് ഈ വിഭജികയുടെ 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ 2 ആഴ്ചയിലധികമായി മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നടപടികളുമായി ഈ വിഭജികയുടെ കുടുംബം മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച ലഭിച്ചിരുന്നു. മറ്റു നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് വിഭജികയുടെ ഭർത്താവ് വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകില്ല എന്നുള്ള ഒരു നടപടി സ്വീകരിച്ചത്, ആ ഒരു തീരുമാനത്തിലെത്തിയത്. തുടർന്നാണ് ഈ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, സമവായത്തിൽ എത്താൻ സാധിക്കാതെ വരുന്നു. പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റ് അടക്കം വിഷയത്തിൽ ഇടപെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് വിഭജികയുടെ കുടുംബം മകളുടെ സംസ്കാരം UAE നടത്താനൊക്കെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വെള്ളിയാഴ്ചയാണ് ദുബായ് ജബലലിയിലുള്ള ശ്മശാനത്തിൽ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചത്. എന്തായാലും ഇപ്പോൾ വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇതിനായി ബന്ധുക്കൾ കോടതിയിലേക്ക് പോകുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഒരു രേഖ ലഭിക്കേണ്ടതുണ്ട്. ഈ രേഖ ലഭിച്ച ശേഷമാണ് മറ്റു നടപടികൾ ആരംഭിക്കുക. ഈ ഒരു രേഖ ലഭിച്ച ശേഷം ഇത് ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറും. ഇന്ത്യൻ കോൺസുലേറ്റ് തുടർന്ന് പാസ്പോർട്ട് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പൂർത്തിയാക്കും. പിന്നീട് എംബാമിംഗ് നടക്കേണ്ടതുണ്ട്. എംബാമിംഗ് നടത്തി രാത്രിയോടുകൂടി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള എല്ലാ സഹായവും നൽകും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നതിൽ കുടുംബത്തിന് വലിയ മാനസിക പ്രയാസമുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിലധികമായി മൃതദേഹം ഇവിടെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. ഇതിന് കുടുംബത്തിന് വലിയ പ്രയാസമുണ്ട് എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഈ വിഭജികയുടെ അമ്മ ശൈലജ ഇവിടെയുണ്ട്, അതോടൊപ്പം തന്നെ സഹോദരനും ഇവിടെയുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ദുബായിൽ നിന്ന് അരുൺ പാറാട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ 10 ദിവസമായി വീട്ടുകാരുടെ കാത്തിരിപ്പാണ്. അമ്മ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും ആ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്ന് മനസ്സിലാക്കും.